Watch India's largest kids library only on Jio Hotstar. Download the app now. ഈ വോട്ടും പത്തിലും എന്റെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല. എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു സൂപ്പറായി ഐഡിയ തോന്നുന്നുണ്ടടാ. ഇനി മുതൽ വോട്ടും പത്തിലും ഫ്രണ്ട്സ് കാണുകയില്ല. ഫ്രണ്ട്സ് അവരുടെ ശത്രുക്കളായി മാറാൻ പോവുകയാ. എന്നിട്ട് വേണം അവരെ ഫുർഫുറി നഗരത്തിൽ എന്നേക്കുമായി പുറത്താക്കാൻ. പക്ഷെ ബോസ്, നിങ്ങളുടെ ഈ കൊടുങ്കാറ്റ് ബുദ്ധിയിൽ പറന്നു പോകുന്നത് നമ്മൾ തന്നെയാ, ശരിയല്ലേ? ഒന്ന് മിണ്ടാതിരിക്കണ തടിയന്മാരെ. എന്തൊക്കെയായാലും എന്റെ ഐഡിയ സൂപ്പർ തന്നെയാ. എന്റെ ഈ ഐഡിയയിൽ നിന്ന് രക്ഷപ്പെടാൻ വോട്ടുവിനും പത്തിലുവിനും ഒരിക്കലും ആവില്ല. കണ്ടോ കളി? കഴിച്ചത് മതി ബോട്ടു. പക്ഷെ നിങ്ങൾ ആരാണ്? ഞാനാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട മാലാക. നിന്റെ സത്യസന്ധവും നിഷ്കളങ്കവുമായ മനസ്സ് കണ്ടതിന് ശേഷം നിന്റെ ആയുസ് കുറച്ചുകൂടി കൂട്ടിത്തരാൻ ഞാനങ്ങ് തീരുമാനിച്ചു. ഇതിന് നിനക്ക് സമ്മതമല്ല ബോട്ടു? അതെ അതെ ഏഞ്ചലെ, പിന്നെന്താ ഒരുപാട് കാലം ജീവിക്കാനുള്ള കൊതി ആർക്കാ ഇല്ലാത്തത്? എനിക്കുണ്ട്. ഓക്കെ, പക്ഷെ അതിനുവേണ്ടി നീ കുറച്ച് ത്യാഗങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ തയ്യാറാണ്. ഞാൻ എന്ത് ത്യാഗത്തിനും തയ്യാറാണ്. പറഞ്ഞോളൂ. ശരി പുത്ര, ഇന്ന് മുതൽ നിന്റെ ആയുസ് വർദ്ധിച്ചു കൊണ്ടിരിക്കും. പക്ഷെ നിന്റെ കൂട്ടുകാരുടെ ആയുസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്താ ഏഞ്ചൽ ഇങ്ങനെ പറയുന്നത്? ഞങ്ങളുടെ വയസ്സ് കുറയുമെന്നോ? അല്ല, എങ്ങോട്ട് പോവാ ഏഞ്ചല? ഒന്ന് നിക്ക്. എന്റെ കൂട്ടുകാരുടെ ആയുസ് കുറയുമെന്നോ? വേണ്ട, അങ്ങനെ ചെയ്യരുത്. ക്ഷമിക്കണം പുത്ര, ഞാൻ ഒരു തവണ തീരുമാനിച്ചാൽ ആ തീരുമാനമായിരിക്കും എന്റെ എല്ലാം. ഇനി വേറൊരു കാര്യം, നീ ഏതൊരു സുഹൃത്തിനെയാണോ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നത് അവന്റെ ആയുസും കൂടി നിന്നിലേക്ക് അണയുന്നതായിരിക്കും. എന്നിട്ട് നീ കെട്ടിപ്പിടിക്കുന്നവൻ ഉടനെ തന്നെ പരലോകത്ത് എത്തിച്ചേരുകയും ചെയ്യാം. മോട്ടു, നീ തന്നെയാണ് യമൻ. നിന്നോട് ആരാ അങ്ങനെ പറയാൻ പറഞ്ഞ്? ഞാൻ എന്ത് ത്യാഗത്തിനും തയ്യാറാണെന്ന് നിനക്കറിയോ? അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാ വരാൻ പോകുന്നെന്ന് അറിയോ? എന്താ നിന്റെ സുഹൃത്തിനെ ബലി കൊടുക്കാൻ പോവാണോ നീ? സോറി പത്ലു, പക്ഷെ എനിക്കെങ്ങനെ അറിയാൻ ആ ഗാർഡിയൻ ഏഞ്ചൽ ഇങ്ങനെയുള്ള ഒരു സംഭവം പറയുമെന്ന്? എനിക്കാകെ കുറച്ചു കൂട്ടുകാരേ ഉള്ളൂ. അതിലൊന്ന് ഈ ചായക്കട ചേട്ടൻ. എന്റെ അടുത്ത് വരണ്ട, ദൂരെ പോ. എന്നെ നീ കൂട്ടുകാരനെന്ന് വിളിക്കാൻ പാടില്ല. എനിക്ക് ഇനി ഇവിടെ ഒരുപാട് കാലം ജീവിക്കാനുള്ളതാ, പറഞ്ഞേക്കാം. നീ അങ്ങനെ പറഞ്ഞാലൊന്നും കേൾക്കില്ല. നിന്നെ ഓടിക്കാനുള്ള വഴി എനിക്കറിയാം. ഇവിടുന്ന് പോ. ആ ശരിയെന്നേ, പക്ഷെ പൈസ വാങ്ങിച്ചോളൂ. വേണ്ട, നീ പോയാ മതി. എനിക്ക് നിന്റെ പൈസയും വേണ്ട. ഞാൻ ഒരു ശത്രുക്കളുടെ ഒന്നും പൈസ വാങ്ങാറില്ല. പിന്നെ ഇനി ഒരു കാലത്ത് ഇങ്ങോട്ടേക്കൊന്നും വന്നേക്കരുതേ. എന്താ പറയുന്നത്? ഇതൊക്കെ എങ്ങനെ സംഭവിക്കുക? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു മാലാഖയ്ക്ക് എങ്ങനെ മനുഷ്യന്റെ വയസ്സ് കുറയ്ക്കാൻ സാധിക്കുക? അത് ഒരിക്കലും പറ്റില്ല. എന്തേലും ഒന്ന് ചെയ്യണം. എന്റെ പത്തിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. വലിയേട്ടൻ നമ്മളെ എന്തായാലും സഹായിക്കുമെന്ന്. എന്റെ വലിയേട്ടാ, നിങ്ങൾ ഇതെന്താ കാണിച്ചത്? പത്തിലോ കണ്ടില്ലേ? കൂട്ടുകാരനെ തന്നെ തല്ലുന്നു. ഡോക്ടർ ജഡ്ക, ഒരു പ്രാവശ്യം ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നമ്മൾ എല്ലാവരും ഇപ്പൊ അപകടത്തിലാണ്. അപകടത്തിലിരിക്കുന്ന നമ്മളല്ല, മോട്ടുവിന്റെ സുഹൃത്തുക്കളാ. മോട്ടു ചങ്ക്, ഇന്ന് മുതൽ ഞങ്ങൾ എല്ലാവരും നിന്റെ ശത്രുക്കൾ. മനസ്സിലായോ? ഇതൊക്കെ ഓവറാണ്. ഞാൻ വലിയേട്ടനെ കണ്ടിട്ടേ വരൂ പത്തിലു. ഒരു ഏഞ്ചൽ വന്ന് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നമ്മളുടെ കൂട്ടുകെട്ട് വേണ്ടത്രേ. വരൂ പത്തിലു, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. മോട്ടു ഓടിക്കോ, ചിങ്കം സാറിന്റെ അടുത്തേക്ക് പോവാം. വാ പത്തിലു, ഫുർഫുറി നഗരത്തിലെ ജയിലിപ്പോ വലിയ സെൻട്രൽ ജയിലാക്കിയെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇവിടെ ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റി ആയിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്, അല്ലേ പത്തിലു? എന്റെ മോട്ടു, നിന്റെ ബുദ്ധി വെള്ളം കണ്ടാ നിൽക്കുന്ന കുതിരയെ പോലെയാ. ഇതൊക്കെ നിന്നെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ചെയ്തതാ. എന്നെ സ്വാഗതം ചെയ്യാനോ? കൊള്ളാം.
പോകാം. പക്ഷെ കുതിരേനെയൊന്നും കാണുന്നില്ലല്ലോ. പത്ലു, എന്റെ മോട്ടു അതൊരു പഴഞ്ചൊല്ലാണ്, പഴഞ്ചൊല്ല്. നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ചിങ്കം സാർ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഇല്ല ഇല്ല, ചിങ്കം സാർ എല്ലാവരെയും രക്ഷിക്കാറേ ഉള്ളൂ. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. മോട്ടു പത്ലു, അകത്തേക്ക് വരാൻ ചിന്തിക്കാൻ പോലും വേണ്ട. വന്നാൽ അപ്പൊ ഞാൻ വെടിപൊട്ടിക്കും. പക്ഷെ ചിങ്കം സാറ് നിങ്ങൾ എന്റെ കൂട്ടുകാരനല്ലേ? വേണ്ട വേണ്ട, ഞാൻ നിന്റെ കൂട്ടുകാരനല്ല. എനിക്ക് നിങ്ങളുടെ കൂട്ട് വേണ്ട. നിങ്ങൾ എപ്പോ വന്നാലും ഞാൻ എന്തെങ്കിലും പ്രശ്നത്തിൽ കുടുങ്ങാണ്. ഞാൻ വാൺ ചെയ്യുന്നു, മര്യാദയ്ക്ക് തിരിച്ചു പോയിക്കോ, അല്ലെങ്കിൽ 3. അല്ല, 1ഉം 2ഉം പറഞ്ഞില്ലല്ലോ. നേരെ അങ്ങ് 3ലേക്കല്ലേ പോയത്. ഇത് ഭയങ്കര ചീറ്റിംഗ് ആണ്. ഓടിക്കോ. ഓടറാ ഓട്. എന്നെ നീയൊക്കെ കൂടി കുറയിട്ടങ്ങ് ഓടിച്ചതല്ലേ. ഇനി ഇത് നിന്റെ അവസരമാ. കണ്ടില്ല നമ്പർ 1 എന്റെ ക്രിമിനൽ ബുദ്ധി എങ്ങനെയാ വർക്കൗട്ട് ആവുന്നെന്ന്. ഓടിക്കോ. നിങ്ങളുടെ പ്ലാൻ മുഖം പോലെ തന്നെയായിരുന്നു. എന്റെ മോട്ടു ഏഞ്ചലൊക്കെ വെറും പുസ്തകത്തിൽ മാത്രമേ ഉണ്ടാവൂ. നീ ഇത്രയ്ക്ക് വിഡ്ഢിയായല്ലോ. നല്ലോണം ആലോചിക്ക്. ഇനിയിപ്പോ ഏഞ്ചൽ ശരിക്കും ഉണ്ടെങ്കിൽ നിന്റെ വയസ്സ് മാത്രം എന്തിനു കാൽക്കുലേറ്റ് ചെയ്യണം? എന്റെ 6th സെൻസ് പറയുന്നത് ഇതിന്റെ പിന്നിൽ ജോൺ തന്നെയാണെന്നാണ്. പക്ഷേ പത്ലു, ജോണിന് എങ്ങനെയാ പറക്കാൻ കഴിയാ? ഇത് തന്നെയാണ് മോട്ടു എനിക്ക് മനസ്സിലാവാത്തത്. വേഗം ആലോചിക്ക് പത്ലു, വേഗം ആലോചിക്ക്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? വേഗം വാ, ജോണിന്റെ അടുത്തേക്ക് പോകാം. ഈ ജോണായിരിക്കും ഡോൺ. ജോണായിരിക്കും ഡോൺ. മോട്ടവും പത്ലവും ഇപ്പോ ശരിക്കും അനുഭവിക്കുന്നുണ്ടാവും. അവന്മാർക്ക് എവിടെയും പോയി രക്ഷപ്പെടാനും ആവുകയില്ല. ഇനി അവന്മാർ ഈ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് പോകേണ്ടി വരും. ഇപ്പൊ കണ്ടില്ലേ മോട്ടു, അവരിതേ ഇവിടെ ഏഞ്ചൽ പാർട്ടി നടത്തുകയാണ്. ഇപ്രാവശ്യം നമ്മൾ ജോണിന് നല്ലൊരു പാഠമാണ് പഠിപ്പിക്കേണ്ടത്. അവനെ എനിക്ക് വിട്ടു തന്നേക്കൂ. അവനെ ഞാൻ ഇപ്പൊ തന്നെ ശരിയായി കൊടുക്കാം. എന്റെ മോട്ടു ഒന്ന് നിൽക്ക്. അങ്ങനെയല്ല, നമ്മളിപ്പോ ടിറ്റ് ഫോർ ടാറ്റ് പോളിസിയാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാം. എന്റെ ചായക്കട ചേട്ടാ, നിങ്ങൾ എന്റെ കൂട്ടുകാരനൊന്നും ആവണ്ട. പക്ഷെ കഴിക്കാൻ സമൂസ എന്നൂടെ? സമോസയൊക്കെ തരാം, പക്ഷെ കൂട്ടുകാരനൊന്നും പറഞ്ഞേക്കരുത്. നിങ്ങൾ ആരാണ്? ഞാനാണ് സുഹൃത്തുക്കൾക്ക് സുഹൃത്തും ശത്രുക്കൾക്ക് ശത്രുവും. എന്റെ കുഞ്ഞനിയൻ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലാണ്. അവൻ ഒന്നും അറിയാതെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വയസ്സൊക്കെ കുറച്ചിരിക്കുക. ഞാനിപ്പോ അവൻ ചെയ്ത തെറ്റ് തിരുത്താൻ വേണ്ടി വന്നതാ. ഒന്ന് വേഗം പറയൂ ഏഞ്ചലെ, ഒന്ന് വേഗം പറയൂ. എന്റെ എല്ലാ കൂട്ടുകാരും എന്നെ വിട്ട് ദൂരെ പോയി. കരച്ചൽ നിർത്തു വത്സ, കരച്ചൽ നിർത്തു. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളോടും പോയി പറഞ്ഞേക്ക്, ആരാണോ അവരുടെ ശത്രുക്കളെ അടിക്കുന്നത് ഓരോ അടിക്കും ഓരോ വർഷം ആയുസ് കൂടുമെന്നുള്ളത് എന്ന് വേഗം പോയി പറയ്. എത്ര അടി അടിക്കുന്നുവോ അത്രയധികം ആയുസും കൂടുമെന്ന്. മനസ്സിലായില്ലേ? എന്ത്? അതായത് എന്നെ ശത്രുവായി കണ്ട് ഈ ഫുർഫുറി നഗരത്തിൽ ജീവിക്കുന്നവരൊക്കെ എന്റെ ശത്രു ആരാണെന്ന് കണ്ടുപിടിച്ച് തല്ലുകയാണെങ്കിൽ അവർക്ക് ആയുസ് കൂടുമെന്നോ? പക്ഷേ എന്റെ ശത്രു ആരാണ് അതെനിക്കറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു തരാം. നിനക്ക് ഒരേ ഒരു ശത്രു മാത്രമേ ഉള്ളൂ. അത് ജോൺ ദ ഡോൺ ആണ്. ചിങ്കം സാറേ, എന്നെ വിട്. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? പ്ലീസ്. എന്നെ വിട്ടേക്ക്. എനിക്കിപ്പോ 20 വയസ്സായി കൂട്ടുകാരെ. ബല്ല ബല്ല. പിടിച്ചോ. ഞാൻ 100 തല്ലി. എനിക്ക് ഇനി 100 വയസ്സിന്റെ മേലെ ജീവിക്കാം. മമ്മി, ഐ എം ഹാപ്പി.
നമ്പർ 2 നമുക്കും ലൈനിൽ നിൽക്കാം. ആർക്കറിയാം ബോസിന്റെ കാര്യമൊക്കെ. നമുക്ക് ദീർഘായുസ് ഉണ്ടാക്കാം. വാ. നിങ്ങളെ ഫലം ശരിയാണ്. വേഗം വാ. ഇവിടെ താൻ ആരാടോ? ആയുസ് കൂട്ടാനാണെങ്കിൽ വന്ന് ലൈനിൽ നിൽക്കേ. ഞാൻ തന്നെയാണ് നിങ്ങളുടെ ആയുസ് കൂട്ടിത്തരുന്നത്. ഞാൻ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഇടിച്ചിടിച്ച് എന്റെ ആയുസ് കുറച്ചില്ലേ? നീ എന്ന് ഒരു കാലത്ത് നന്നാവില്ലടാ. Escape. ഇതിനെയാണ് മോട്ടു പറയുന്നത്, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന്. അവിടെ നിൽക്ക്, എനിക്കും എന്റെ ആയസ് കൂട്ടണമെന്നുണ്ട്. Watch India's largest kids library only on Jio Hotstar. Download the app now.